ഇതിൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്ന് അഭിഷേകം നമുക്ക്, കർത്താവിന്റെ അഭിഷേകം എങ്ങനെ നമുക്ക് പ്രാപിക്കാം എന്നുള്ള അതിനെപ്പറ്റി എന്താ അല്പം സംസാരിക്കേണ്ട. ഇത് ഒരു 3 സെഷൻ എടുക്കാണ്ടായിരിക്കും. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ്, തേർഡ്. കുറച്ച് ചർച്ചകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ സ്റ്റഡി ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അവർ ചർച്ചയിൽ ബൈബിൾ സ്റ്റഡി ആയിട്ടെന്ന് വെച്ചാൽ സമയം എല്ലാത്തിനും പരിമിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മറ്റുള്ള ചർച്ച മെമ്പേഴ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് ജോയിൻ ചെയ്യട്ടെ ഇതിലേക്ക്. അങ്ങനെയായിട്ട് നമുക്ക് അവരെടുക്കാം. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്ത ബ്രദർ സഞ്ജീവ് ആൻഡ് സിസ്റ്റർ റോമിയെ സ്വാഗതം ചെയ്ത് നിങ്ങൾ ഹായ്, can you invite hi to the world, sister and brother? Can you say hi to the world? Hi, hallelujah. God bless you. അനുഗ്രഹിക്കട്ടെ ഫാമിലി. താങ്ക് യു വെരി മച്ച്. ജോയിൻ ചെയ്യുന്നത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് കർത്താവിന്റെ വചനം ഒരു മിനിറ്റ് ഒന്ന് വായിക്കേണ്ടായിരിക്കുന്നു. 1 യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിൽ 27-ാം വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 27. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ, അതാണ് തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ. അതാണ് പറയുന്നത്. അപ്പം കർത്താവിന്റെ അഭിഷേകം തന്നെ നമുക്ക് സകലവും പറഞ്ഞു തരുന്ന ദൈവത്തിൽ വിശുദ്ധാത്മാവ് പറയുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് സെഷനോടെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹത്തെ അനുഗ്രഹിക്കപ്പെട്ട വർദ്ധിക്കപ്പെട്ട യേശുവിന്റെ നാമത്തെ കർത്താവ് ഈ വചനം അനേകം ആൾക്കാരിലേക്ക് കർത്താവിന്റെ ശക്തിയും ബലവും കിട്ടുന്ന ഒരു വഴിയായിട്ട് കർത്താവ് യേശുവിന്റെ നാമത്തെ പിതാവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ചെയ്യുന്ന ബ്രദർ സഞ്ജീവൻ, ബ്രദർ സിസ്റ്റർ റോമി ആൻഡ് ഫാമിലിയോട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അവരെ താങ്ക് യു ഹോളി സ്പിരിറ്റ് ആർ ടേക്കിംഗ് കൺട്രോൾ ഓഫ് ദിസ് സെഷൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ. സിസ്റ്റർ ബ്രദർ സഞ്ജീവ് ആൻഡ് ഫാമിലി, ഗോഡ് ബ്ലസ് യു ബ്രദർ ആൻഡ് സിസ്റ്റർ. ആമേൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ഒരിക്കൽ കൂടി മുമ്പായി കടന്നു വരുവാൻ നിങ്ങളുടെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം ഒരിക്കൽ മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം പാടണം, എല്ലാം പാടിടും യേശു മാത്രം കർത്താവ്, എല്ലാം പാടണം, എല്ലാം പാടിടും യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം നടന്നും എല്ലാം പാടിടും യേശു മാത്രം കർത്താവ്, എല്ലാം മുട്ടും നടന്നും എല്ലാം പാടിടും യേശു മാത്രം കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ.
വാക്കല്ലോ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടി യേശുമാ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. He is Lord, He is Lord. He has risen from the dead, He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂലക്കാറ്റിന്മേൽ ആടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു നിറച്ച് ഏവരും മാറിയിടിലും. പ്രതികൂലക്കാറ്റിന്മേൽ ആടിച്ചാലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു നിറച്ച് ഏവരും മാറിയിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ എന്റെ യേശു കൂടെയുണ്ട്, എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ?
വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഞാൻ ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവ് വാക്കുമാറാത്ത കർത്താവിനെയാണ് നിങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവിനോട് സംസാരിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. എന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിക്കും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്നെ തകർത്തു, നിന്നെ നിന്നെ തകർക്കുവാനോ, നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ, നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. എന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വെറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവിന്റെ കൂടെ. എന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വെറുപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവിനും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും പാതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല,
അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നിസ്സലാഭമാറും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും ആദരിടല്ലേ, കണ്ണുനീരിലും താളമിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും അലറിടല്ലേ, കണ്ണുനീരിലും അളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിളിച്ച് തള്ളിക്കളഞ്ഞെല്ലാരും പിന്മാറിപ്പോയിടല്ലേ, വേറുവേറപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും കൂടെ കൂടെ. നിന്നെ കുറ്റം വിളിച്ചു തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, വേറുവേറപ്പില്ലാതെ മുൻപോട്ട് പോകുവാൻ യേശുവെന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും ആദരിടല്ലേ, കണ്ണുനീരിലും വളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ, ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാദി എന്നിലേക്ക് ഒഴുകുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനാദി എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനാദി എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനാദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ, ആനന്ദത്താൽ എന്റെ ഉള്ളം കുളുമ്പിപ്പോയി. ആത്മനാദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ, ആനന്ദത്താൽ എന്റെ ഉള്ളം കുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാവൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാവൻ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എന്റെ അവരുടെ ഞാനും കാത്തിരുന്നപ്പോ, ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവരോടെ ഞാൻ കാത്തിരുന്നപ്പോൾ, ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനാഥൻ എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനാഥി എന്നിലേക്ക് അവൻ ഒഴുക്കി. ആത്മനാഥി എന്റെ മുത്തോളമെത്തിയപ്പോൾ, ആകുലം മറന്നു ആത്മനാഥി എന്റെ മുത്തോളമെത്തിയപ്പോൾ, ആകുലം മറന്നു ഞാൻ ആരാധിച്ചപ്പോൾ, ശക്തിയാൽ മൺകൂടാരം പൊങ്ങി പൊങ്ങി തുടങ്ങി. അത്യന്ത ശക്തിയാൽ മൺകൂടാരം അതുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. ആത്മനദി എന്റെ നാടയോളമേറ്റി, ആരും അറിയാത്തൊരു ഭാഷ ചൊല്ലി. ആത്മനദി എന്റെ നാടയോളമേറ്റി, ആരും അറിയാത്തൊരു ഭാഷ ചൊല്ലി.
മനുഷ്യരല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എന്റെ ഭാരങ്ങൾ ഉറയ്ക്കാതെ ആത്മനദി എന്റെ ശിരത്തോളമേറ്റി ഭാരങ്ങൾ താറയിൽ ഉറയ്ക്കാതെയും ഭാരമില്ലാതായി ആത്മനദിയിൽ അങ്ങ് നീന്തി തുടങ്ങി. ദേഹത്തിനോതെല്ലാം ഭാരമില്ലാതായി ആത്മനദിയിൽ അങ്ങ് നീന്തി തുടങ്ങി. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാൻ കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തങ്ങളുടെ ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തങ്ങളുടെ ആത്മനാഥൻ അവനൊഴുക്കി. ആനന്ദത്താലിന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി ആനന്ദത്താലിന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാൽ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്കെന്നാൽ അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എന്റെ മുത്തോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു. ആത്മനദി എന്റെ മുത്തോളം എത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു. അത്യന്ത ശക്തിയാളൻ കൂടാരം അതുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. അത്യന്ത ശക്തിയാളൻ കൂടാരം അതുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി. ആത്മനദി ആരും അറിയാത്തൊരു ആത്മനദി ആരെയുള്ള മേത്ത് ആരും അറിയാത്തൊരു മനുഷ്യരല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. മനുഷ്യരല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആത്മനദി എന്റെ ശീലത്തോളമേറ്റ് ഭാരങ്ങൾ താറയിൽ ഉറയ്ക്കാതെയായി. ആത്മനദി എന്റെ ശീലത്തോളമേറ്റ് ഭാരങ്ങൾ താറയിൽ ഉറയ്ക്കാതെയായി. ദേഹത്തിനെല്ലാം ഭാരമില്ലാതായി ആത്മനദിയിൽ നീന്തി തുടങ്ങി. ദേഹത്തിനോതെല്ലാം ഭാരമില്ലാതായി ആത്മനദിയിൽ നീന്തി തുടങ്ങി. ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാൻ കാത്തിരുന്നപ്പോൾ ആത്മനദി എന്നിലേക്ക് ഒഴുകുവാനായി അവളോടെ ഞാൻ കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തങ്കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തങ്കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. കർത്താവേ നീയോടെ സ്തുതിക്കുന്നു, നീയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത
മകളും എനിക്കേകിടും അർഹിക്കാത്തവൻ മകളും എനിക്കേകിടും യാചിക്കാത്തവൻ മകൾ എനിക്കേകിയോ സ്തുതി യാചിക്കാത്തവൻ മകൾ ഓരോവി എനിക്കേകിയോ സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതിപ്പാം എന്റെ യേശുനാഥൻ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് എന്തോ നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്ക് എന്തോ നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം കർത്താവെ അടിങ്ങളെ കർത്താവെ പാടുവാനും കർത്താവെ അങ്ങനെ ആരാധിപ്പാനും ദൈവൊരിക്കൽ മഹാകൃപയ്ക്ക് അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ ദൈവിക സ്നേഹം കർത്താവെ അടിങ്ങളെ കർത്താവ് രുചിച്ചറിയുവാൻ അങ്ങയുടെ സ്നേഹത്തെ അങ്ങ് അടിങ്ങളിൽ രുചിച്ചറിയുവാൻ ഇത്രത്തോളം കർത്താവ് അങ്ങ് സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ ദൈവമേ ഹല്ലേലൂയ. ദൈവമേ അങ്ങയുടെ കർത്താവെ അടിങ്ങൾ കർത്താവെ അടിങ്ങളോട് കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുക കർത്താവെ ആരാധന അനുഗ്രഹമായി തീർന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ ദൈവമേ കർത്താവെ അടി അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു ഇടവചനം പ്രത്യേകിപ്പാൻ കർത്താവ് ദാസനെ ഒരുക്കുവാൻ കൃപ പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവെ അങ്ങയുടെ സ്ഥാനത്ത് കൂടി 2 3 പേര് കർത്താവെ കർത്താവെ അടിയങ്ങളെ കർത്താവെ ആരാധന അനുഗ്രഹമായി തീരുവാൻ ദൈവങ്ങൾ സഹായിക്കുവാന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ പോലും അനുഗ്രഹിക്കും പ്രാർത്ഥനയാലും കേരളായ പ്രമാണവും മൊത്തം കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ അടിച്ച് കർത്താവിനെ സഹസ്രം പറയുന്നത് ദിവസം ഒരു ദിവസം കൊടുത്ത് തന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. വളരെ വായിച്ച ഓരോ വ്യക്തി ഓർത്ത് കർത്താവിന് സ്വത്രം പറയും. അറിയതല്ലോ എല്ലാവരും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തോമസ് മാത്യു, ബ്ലെസ്സി ചെറിയാൻ, മാത്യു അബ്രഹാം, രാജു തോമസ്, ടോണി, ബെക്സി തോമസ് എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവളെ വായിച്ച ഓരോ വ്യക്തി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസം കൂടെ തന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ഈ വചനത്തെ ഓർത്ത് കർത്താവ് സ്തോത്രം. അല്പസമയം ഷെയർ ചെയ്യുന്ന ജീവിതത്തിന്റെയും കേൾക്കുന്ന ആൾക്കാരിലേക്ക് കർത്താവിന്റെ ശക്തിയും കൃപയും ചെയ്യുന്നതിനോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് പാട്ട് പാടിയ ഫാമിലി കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൺലൈൻ വായിച്ച് ചെയ്യുന്ന എല്ലാവരോടും ഒരു മിനിറ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കും. നമ്മൾ ഷെയർ ചെയ്യുമ്പോഴേ അനേകം ആൾക്കാരെ കർത്താനറിയില്ല. ഞാനൊക്കെ തുടക്കത്തിൽ കാത്തിയതി കർത്താവിന്റെ വചനം പ്രസംഗിക്കും. ഒരാളും എൻ്റെ കൂടുതലില്ല, വ്യക്തിയില്ല. ഒരാളും അത് ഞാൻ തന്നെ പോയി പ്രസംഗിച്ചു. ഒരാൾ കേൾക്കാൻ പേര് ആരുമില്ല. ആര് കേൾക്കുന്നു? നമ്മൾ തന്നെ പോയി പ്രസംഗിക്കുന്നു. ഇന്ന് അനേകം ആൾക്കാർക്ക് വിളിക്കുന്നുണ്ട്, പോകാൻ സമയമില്ല. അതാണ് ഇപ്പൊ തുടക്കത്തിലെ കാര്യങ്ങൾക്ക് പറയാം. ഞാൻ പറഞ്ഞാല് നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആര് കാണാനാണ്. ഒരാളെങ്കിലും വാച്ച് ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യാം. നമ്മുടെ
നമ്മൾ ഒരു ഷെയർ വഴിയായിട്ട് ഒരാളെങ്കിലും രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ആ കിരീടത്തിന്റെ വലിപ്പങ്ങൾ കിട്ടുന്നത്. പ്രൈസല്ലോ, അല്ലല്ലോ, സ്വർഗീയ കിരീടത്തിന്റെ. അപ്പൊ നമ്മളിപ്പം ചെയ്യുന്ന എന്നാൽ ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ്, മിനിസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരുടെയും വീഡിയോകൾ കൂടി എല്ലാം ഷെയർ ചെയ്യും. ഇപ്പം ഷെയർ പിന്നെ ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ വന്നാണ് കർത്താവ് ഇതൊക്കെ കണ്ടു. അപ്പം ഇന്ന് ശുശ്രൂഷയിലായിരിക്കും. പിന്നെ നിങ്ങൾ ഇനി എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരെയും കർത്താവ് കാണുകയും നിങ്ങളെല്ലാവരും ശുശ്രൂഷ ലെവലിലേക്ക് വരികയും ചെയ്യും. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് 1 യോഹന്നാൻ സുവിശേഷം, ഇന്ന് കർത്താവിന്റെ അഭിഷേകം നമുക്ക് എങ്ങനെ കർത്താവിന്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതിനെ കുറിച്ച് അധികസമയമില്ല, ഒരു 6 മണിക്കൂർ 2 സെഷൻ എടുക്കേണ്ടായിരുന്നു. അത് പിന്നീട് നമുക്കത് ഷെയർ ചെയ്യാം. ഇതിൽ കർത്താവിന്റെ അഭിഷേകം നമുക്ക് എങ്ങനെ ലഭിക്കും? ഇതാണ് 1 യോഹന്നാൻ 2:27 ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:27. ഇതിൽ പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. പ്രൈസല്ലോ, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും. വചനം പറയാം, അത് ഭോഷ്കല്ല ഈ പറയുന്നൊന്നും. കർത്താവിന്റെ ഒരു വചനവും ഭോഷ്കല്ല, അത് സത്യമാണ്. സത്യമായിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. പറഞ്ഞേ, അവനാൽ പ്രാപിച്ച അഭിഷേകം. കർത്താവിന്റെ അഭിഷേകം എങ്ങനെയാ പ്രാപിക്കാനായിട്ട് വരുന്നത്? കർത്താവിന്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ രക്ഷയിലേക്ക് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ബൈ ഡിഫോൾട്ട് അതാണ് നമ്മളെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളിലും നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ആത്മമണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞു. അതാണ് ബൈബിൾ പറയുന്നത്. യേശു ബൈബിൾ പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ മക്കളാനുള്ള കൃപ കൊടുത്തു. ഈ അഭിഷേകം ദൈവ മക്കൾക്കുള്ളതാണ്, ലോകക്കാർക്കുള്ളതല്ല. ലോകക്കാർ ചിലപ്പോൾ നമ്മളെക്കാളും ചിലപ്പം സമ്പത്തുപരമായിട്ടും ചുറ്റുപാട് ബോഡി ഷേപ്പിലും അവരൊക്കെ വലുതായിരിക്കും. പക്ഷെ അവർ കർത്താവിന്റെ പ്രസൻസ് സാന്നിധ്യം അവരിലേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പെരിഷബിൾ ആണ്. ദേ ആർ ദ വിക്കഡ് വൺ. അതാണ് വേൾഡ് പീപ്പിൾ ആർ വിക്കഡ് പീപ്പിൾ. അതാണ് കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക്, പിതാവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. പ്രൈസലോട്ട്, ഹല്ലേലൂയ. അപ്പം നമുക്ക് പുത്രത്വം കിട്ടിക്കഴിഞ്ഞു, യേശുക്രിസ്തുവിന്റെ രക്ഷനായിട്ട് സ്വീകരിച്ച വഴിയായിട്ട്. ഇതിൽ പറയുന്നത്, അപ്പം യോഹന്നാൻ പറയുവാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കില്ലാത്ത സത്യം തന്നെ ആയിരിക്കാലും. അഭിഷേകം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. ഈ അഭിഷേകം നമുക്ക് കർത്താവിന്റെ അഭിഷേകത്തെ നിറയണമെങ്കിൽ, നമുക്ക് കർത്താവിന് വെളിപാട് കിട്ടണമെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ബൈബിള് വായിക്കണം. ഞാനൊക്കെ ബൈബിള് വായിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ സബ്ജക്റ്റുകൾ പറഞ്ഞു തരും, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരും ബൈബിൾ വായിക്കുമ്പോൾ. അപ്പം ചിലപ്പോൾ എവിടെയും മെസ്സേജ് കൊടുക്കേണ്ട സമയത്ത് അറിയത്തില്ല എങ്ങനെ ഏത് കൊടുക്കണം. അപ്പം വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ വചനങ്ങൾ കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിന്റെ ഭാഗങ്ങളും ഏത് കോട്ടിങ് റെഫറൻസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ ഞാൻ പറഞ്ഞാല് കർത്താവ് നമ്മളെ സഹായിക്കാനായിട്ട് ശക്തനാണ് ഏത് സമയം. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി അല്പസമയം നിൽക്കണം. നമുക്ക് നിൽക്കാനായിട്ട് സമയം, അതാണ് മെയിൻ പ്രശ്നം. ഇതല്ലോ ഹല്ലേലൂയ. എല്ലാവരും ബിസി ആൾക്കാരാണ്. ഈ ബിസി എല്ലാം നിൽക്കുന്ന ഒരു അവസരം വരും. നിങ്ങളൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർ ദൈവം ചെയ്യാൻ സമയമില്ല എന്ന് പറയാം. നിങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിയും തിരക്കൊക്കെ അവിടെ പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്ന എല്ലാവരോടും, ഒരു ദിവസം നിങ്ങൾ എന്തൊരു ആക്സിഡന്റ് പറ്റിയോ, അങ്ങനെ ഉണ്ടാതിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എന്തെങ്കിലും അസുഖം വന്നിട്ടോ, അപ്പൊ നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ആവുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ജോലിക്ക് എങ്ങനെ പോകും? അപ്പൊ ആൾക്കാരോട് പ്രാർത്ഥന സഹായം ചോദിക്കല്ലേ. അപ്പൊ ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ അതിനു വേണ്ടി, കർത്താവിന് വേണ്ടി ഒരു ദിവസം കണ്ടെത്തുവാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീട്ടിൽ പ്രാർത്ഥന എല്ലാം നല്ലതാണ്, പക്ഷേ ആ പുറത്തേക്ക് കർത്താവിനെ പ്രവേശിക്കാനായിട്ട് ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകം ജാതികൾ, ഇന്ന് അനേകം ചർച്ചുകളൊക്കെ ഒരു ചർച്ചിലുള്ളവരെ അടുത്ത് തന്നെയാണ് പ്രസംഗിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞ ആൾക്കാരുടെ അടുത്ത് തെരുതരെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭായോഗത്തിനൊക്കെ പ്രസംഗിക്കണം, അല്ലാതെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് വന്ന അഭിഷേകം കർത്താവിന് മറ്റുള്ളവരിലേക്ക് പകരണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അപ്പം അന്യജാതിക്കാരും കർത്താവിനെ അറിയേണ്ടിയിരിക്കുന്നു. അതാണ് പൗലോസൊക്കെ ജാതികളുടെ അടുത്തേക്ക്, യഹൂദന്മാർ പൗലോസിനെ തള്ളിക്കളഞ്ഞപ്പോൾ
ഇനി ജാതികളുടെ അടുത്തേക്ക് പോകുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്. ഇനി ജാതികളുടെ അടുത്തേക്ക് ഞാൻ കർത്താവിനെ പ്രഘോഷിക്കാൻ പോകുന്നു വിചാരിച്ച് പറഞ്ഞിട്ട് പൗലോസ് ജാതികളുടെ അടുത്ത് കർത്താവിനെ പ്രഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെല്ലാവരും ജാതികളുടെ ഇടയ്ക്ക് കർത്താവിനെ പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിന്റെ അഭിഷേകം തന്നെ നമുക്ക് പോകേണ്ട വഴികൾ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇനി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചില്ലല്ലോ, എങ്ങനെ പാസ്റ്റർ ആകും? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നൊന്നുമില്ല പാസ്റ്റർ ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ചെയ്യുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇടയനാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞാൽ കർത്താവ് നമ്മൾ ബൈബിൾ വായിച്ച് വിശുദ്ധാത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരും. പഴയ കാലത്ത് ബൈബിൾ കോളേജ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വെളിപാടിനാലാണ് പൗലോസിനെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപാടിനാലാണ്. അന്ന് ഈ ബൈബിൾ കോളേജ് ഒന്നും ഇല്ലായിരുന്നു. വെളിപാടിനാലാണ് അവർക്ക് പ്രാർത്ഥനയിലും അതേപോലെ കർത്താവിനോട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ വർഷിപ്പിന്റെ സമയത്തുള്ള വെളിപാടിനാലാണ് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും ബൈബിൾ കോളേജിൽ പഠിച്ചില്ല എന്ന് വിചാരിച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അഭിഷേകം തന്നെ നമ്മളെ ടീച്ച് ചെയ്ത് തരും. അതാണ് 1 John chapter 2:27 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കൊലോസ്യർ ലേഖനം 1:9 വാക്യം പറയുന്നത് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ ബലവത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ വെളിപ്പെടണമെന്നും. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അതാണ് കൊലോസ്യർ ലേഖനം അപ്പോസ്തലനായ പൗലോസും പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം നമ്മളെ കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിന്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വചനം വായിക്കണം, പ്രൈസ് വർഷിപ്പിക്കണം, ഈ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ പരിജ്ഞാനത്തിന് വളരാനായിട്ട് പറ്റും. അങ്ങനെ വളരുന്ന ഒരു വ്യക്തിക്ക് ഇരുട്ടിന്റെ അതീതിനെ കിടക്കാനായിട്ട് അധികാരമില്ല. എന്തെങ്കിലും അസുഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് എടുത്തു മാറ്റും, കർത്താവിന്റെ ആ പരിജ്ഞാനത്തെ വളരുന്ന വഴിയായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്ന് കർത്താവിന്റെ ആ ജ്ഞാനത്തില്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം, ആ നോളജിൽ, അറിവിൽ വളരാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. വചനം മുടങ്ങാതെ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വചനം വായിക്കണം. ആ വചനത്തിലാണ് അഭിഷേകം ഇരിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ടോക്കുകൾ കേൾക്കണം, പക്ഷെ അത് കൂടുതലായിട്ട് വചനങ്ങൾ വായിക്കണം. വചന വെളിപാടാണ്. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. ആ 2024 വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ അപ്പോസ്തലന്മാരൊക്കെ എഴുതി. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരൊക്കെ ലേഖനങ്ങളുമായിട്ട് സുവിശേഷ ഗോസ്പലായിട്ട് എഴുതി. ഈ ഗോസ്പലും ഈ ലേഖനങ്ങൾ തന്നെയല്ലേ 2000 വർഷങ്ങൾക്ക് മുമ്പും 2000 വർഷമായിട്ടും 2020 വർഷമായിട്ടും ഈ ഒരേ ഗോസ്പലല്ലേ പ്രഘോഷിക്കുന്നത്. 14 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇത് തന്നെയല്ലേ പ്രഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും മടുപ്പുണ്ടായിട്ടുണ്ട്? വചനം കേൾക്കുമ്പോൾ ആകാംക്ഷയിലേ വരുന്നു. ലോകത്തിലെ ഏറ്റവും വിശേഷിക്കപ്പെട്ട പുസ്തകം ബൈബിളല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പറയുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവുന്നുണ്ട്? കാരണം ബൈബിൾ വായിക്കുന്തോറും പുതിയ പുതിയ വെളിപാടുകളാണ് വരുന്നത്, പുതിയ പുതിയ റെവലേഷൻസ് ആണ് വരുന്നത്, പുതിയ പുതിയ വിഷനാണ് വരുന്നത്, പുതിയ പുതിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തു തരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ വചനം വായിക്കുമ്പം കർത്താവ് നമുക്ക് അഭിഷേകം തരും. അതേപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കണം. സ്തുതിച്ചു കഴിയുമ്പോഴും അഭിഷേകത്താൽ നിറയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പൗലോസ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമുക്കറിയാം അപ്പോസ്തലന്മാര് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം, ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരൊന്നും നേരിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമല്ല ചെയ്തത്, കർത്താവിനോട് കൂടി ആയിരുന്നു. അതാണ് ജെറുസലേം വിട്ടു പോകാതെ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വാഗ്ദത്തത്തിനായി യേശുക്രിസ്തു പറഞ്ഞ പോലെ തന്നെ അവര് കാത്തു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട്. അതിനാൽ അവര് യേശുക്രിസ്തുവിനെ അറിഞ്ഞു. ആ അറിഞ്ഞ യേശുക്രിസ്തുവിനെ അവര് പ്രഘോഷിച്ചു, മറ്റുള്ളവർ പ്രഘോഷിച്ചു. ഇതാണ് പറയുന്നത് വെച്ചാല്, അതാണ് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, യെരൂശലേമിലും
യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇതാണ് പറയുന്നത്. നാലാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 1:4 വാക്യം ബുക്ക് ആക്ട് ചാപ്റ്റർ 1:4 ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ കാത്തിരിപ്പാണ്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ച് 10 മിനിറ്റ് പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ച് അഭിഷേകം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതായിട്ട് ഇരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ ട്രിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളും പ്രാർത്ഥിച്ചില്ല, ഒന്നും കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളായിട്ട് വരും. നമ്മൾ അങ്ങനെ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കണം. മുട്ടുവൻ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ പറ്റുന്ന ഈ ലോകത്തിലുള്ള പിതാക്കന്മാർക്ക് പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയും, നമ്മൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. നമ്മൾ ദൈവരാജ്യത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് എഫെസ്യർ 2:2 നമ്മൾ ദൈവരാജ്യത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ റൂട്ട് യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ എത്ര തളർച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ തായ് വേര് അത് യേശുക്രിസ്തുവിലായ കാരണം അത് ഒരിക്കലും ഉണങ്ങിപ്പോകത്തില്ല. മരുഭൂമിയിലും അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞത്. നമ്മൾ തീയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അതൊന്നും പറ്റത്തില്ല. വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും അഗ്നിജ്വാലയൊന്നും നമ്മളെ ദഹിപ്പിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആശ, നമ്മുടെ പ്രത്യാശ അത് യേശുക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയും ഒരാൾക്കും ഒരിക്കലും താർക്കാൻ പറ്റാത്ത. അവർ വിചാരിക്കും, ലോകക്കാർ വിചാരിക്കും താർന്നെന്ന് വിചാരിക്കും. പക്ഷേ അത് വീണ്ടും പച്ചിലയോട് കൂടി വീണ്ടും തഴച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ നമ്മൾ ഈ ലോകം സൃഷ്ടിച്ച് കർത്താവിലാണ് നമ്മുടെ ആശ്രയം, നമ്മുടെ പ്രത്യാശയും. കർത്താവാണ് നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരെല്ലാം യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് ഈ അഭിഷേകം വേണം. അവർ കർത്താവ് പറഞ്ഞ പോലെ തന്നെ യെരൂശലേമിൽ ഒന്നിച്ചുകൂടി പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൽ 1-ാം വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. തുടർന്നാണ് പറയുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും 120 പേരോളം പ്രൈസ് ദി ലോർഡ് അപ്പർ റോമില് യെരൂശലേമില് കർത്താവിന്റെ വാഗ്ദത്തത്തിനായിട്ട് അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരാളെ പോലും ലജ്ജിപ്പിച്ചില്ല പ്രിയമുള്ളവർ. അതാണ്, ഒരാൾക്ക് പേര് ലജ്ജ പറ്റിയില്ല. ആ ഒരാൾ പേര് ലജ്ജിക്കാതെ എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ ഭാഷാ വരങ്ങൾ കൊടുത്തു. സ്പെഷ്യൽ അനോയിന്റിങ് കൊടുത്തു. അതാണ്, കർത്താവിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ കഴിവന്മാരെ പോലെ ചിറടിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാത്തിരിപ്പ് വേണം. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് അപ്പോസ്തലന്മാരെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ ഏറ്റുപോയില്ല. അഭിഷേകം കിട്ടുന്നോടും പേരും പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറയുന്നോടും പേരും പ്രാർത്ഥിച്ചു. അഭിഷേകത്താൽ നിറയുന്നോടും പേരും അപ്പോസ്തലന്മാർ എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരാൾ പോലും ഏറ്റുപോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് കർത്താവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമ്മൾ നിറയണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ നിറയണമെങ്കിൽ അത് കിട്ടുന്നോടും മേരി നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മുമ്പോട്ട് പോകണം. അതിനുവേണ്ടി എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും വിട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ആത്മാവിലല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പിതാവിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെങ്കിലോ അവകാശികളാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ കൂട്ടവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് നമ്മൾ അവകാശികളാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ കൂട്ടവകാശികളാണ്. അതുകൊണ്ട് തന്നെ ഇന്നെ കേൾക്കുന്ന എല്ലാവരും, നമ്മൾക്ക് ആത്മീയ വരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ, പ്രവചനവരം വേണമെങ്കിൽ, അന്യഭാഷകൾ സ്തുതിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, വ്യാഖ്യാനപരം വേണമെങ്കിൽ, ദർശനപരം വേണമെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് കർത്താവ് ഏറ്റവും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് കർത്താവ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം അപ്പോസ്തലന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവരെ ഉത്സാഹിപ്പിച്ചപ്പോൾ ആരോ അതേപോലെ ചെയ്തു, അനുസരിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ അഭിഷേകത്തെ കർത്താവ് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്.
ദൈവസേനയിൽ ഇരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇപ്പൊ കൊളോസിക്കരുടെ ലേഖനം കൊളോഷ്യൻ ചാപ്റ്റർ 1:26 ഒന്നാം അധ്യായം കൊളോസ്യക്കാരിൽ 1:26 വാക്യം പറയുന്നത്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. It is already revealed to his saints. ഇതാണ് പറയുന്നത് വെച്ചാൽ ഈവൻ ഇത് മിസ്റ്ററി which hath been hid for ages and generations, but now hath it been revealed to his saints. Praise the Lord. Hallelujah. അതാണ് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിടുന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു ക്രിസ്തു ലോകം സൃഷ്ടിച്ച ദൈവം, ലോകം സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നതാണ് അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യർക്ക് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനായിട്ടുള്ളത്, കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെയല്ല പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മോടുകൂടി പക്ഷപാതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയോളം. അനേകം പേർ ആൾക്കാർ മിനിസ്ട്രിയിൽ നിന്ന് വിട്ടുപോകാൻ കാര്യം വെച്ചാൽ ഒറ്റയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ നോക്കി, ഞാൻ ഈ മിനിസ്ട്രി ചെയ്യുമ്പോൾ കുറെ സമയത്ത് ഞാൻ ഒറ്റയുണ്ടായിരുന്നു, പിന്നെ കുറെ പേരുണ്ട്, പിന്നെയും ഒറ്റയുണ്ടായിരുന്നു, പിന്നെയും കുറെ പേര്, പിന്നെ കുറെ പേര് വിളിക്കാറുണ്ട് ചർച്ചകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഒറ്റയല്ല പ്രിയുന്നത്, നമ്മൾ മനുഷ്യപരമായിട്ട് ഒറ്റയാണെങ്കിലും സ്വർഗീയ സൈന്യം നമ്മുടെ ഒപ്പം ഉണ്ട്, ദൂത കിണങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മിനിസ്ട്രി ചെയ്യുമ്പോൾ ദൂതന്മാരെല്ലാം അത് കേട്ടോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ നമ്മൾ പറയുന്ന ഓരോ കർത്താവിന്റെ ഓരോ വചനങ്ങളും പിടിച്ചെടുത്ത് അതിന് ഫലം കായ്ക്കും. അതാണ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം, അത് ഫലം കായ്ക്കാതെ തിരിച്ചു വരത്തില്ല. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അഭിഷേകം അതാണ്. ഏത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാൾ കർത്താവിന്റെ വചനം പറയുമ്പോൾ ആ ദൂതഗണങ്ങൾ അത് വാച്ച് ചെയ്യും, കർത്താവ് അത് വാച്ച് ചെയ്യും, സ്വർഗീയ സൈന്യങ്ങൾ വാച്ച് ചെയ്യും. ദൂതഗണങ്ങൾക്ക് അവർക്ക് അസൈൻമെന്റ് ഉണ്ട്. നമ്മൾ പറയുന്ന വചനം അത് എക്സിക്യൂട്ട് ചെയ്ത് അത് ഫുൾഫിൽമെന്റ് കൊണ്ടുവരാനായിട്ട് ദൂതഗണങ്ങൾക്ക് അതിന് കർത്താവിൽ നിന്ന് ഓർഡർ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം. നമ്മൾ പറഞ്ഞ വചനം അത് കർത്താവിന്റെ വചനമാണ്, അതുകൊണ്ട് തന്നെ പാഴാകത്തില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ് ദൂതന്മാർ മൊത്തം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദൂതന്മാർ മൊത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരെക്കാളും ശ്രേഷ്ഠരായ വ്യക്തികളാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ അറിയുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന എല്ലാവരും നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ യേശു ക്രിസ്തുവിലുള്ള നമ്മൾ ആരാന്നുള്ള ആ തിരിച്ചറിയലേക്ക് വരുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് എഫെസ്യർ ലേഖനം 1 പറഞ്ഞത്, വിശ്വസിക്കുന്നവരാല് വിശുദ്ധം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഫെസ്യർ ലേഖനം ബുക്ക് ഓഫ് എഫിഷ്യൻസ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് അതാണ് പറയുന്നത് വെച്ചാൽ ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1:6 ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1:17 അതാണ് 17 വാക്യം പറയുന്നത്, നിങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവായ യേശു നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 അത് 17, 18, 19 വാക്യം വായിക്കാവൂ. എഫെസ്യർ ലേഖനം 1 അധ്യായം അതില് 17, 18, 19. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. പ്രൈസ്. അതാണ് നമ്മളെ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത്. ഈ 10 വിശേഷം പറയാനല്ല വിളിച്ചിരിക്കുന്നത്, ഈ ലോകം മൊത്തം നമ്മളെ അറിയാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിലെ പഴയ നിയമത്തിലെ ആൾക്കാർക്ക് പറയുന്ന പ്രവാചകന്മാര് പറയുന്നത്, എല്ലാ പ്രവാചകന്മാരും രാജാക്കന്മാരും നമ്മളെ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ പൗലോസ് നമ്മളോട് പറയുന്നതെന്ന് വെച്ചാല് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ. പ്രൈസ് ദി ലോർഡ്.
വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവിൽറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞാല് അപ്പം കർത്താവ് പൗലോസ് ഇത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ വെളിപാട് ഇതിലൂടെ ആത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാണ്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇത് പറയുന്നത് തന്നെക്കുറിച്ചുള്ള നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരയേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മള് ദൈവസന്നിധിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഒരാൾക്ക് ഇന്ന് ഏതൊക്കെ പാസ്റ്റർമാർ എവിടെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ, ആരൊക്കെ പ്രീച്ചേഴ്സ് പ്രസംഗിക്കുന്നുണ്ടോ, അവരൊക്കെ പ്രസംഗിക്കുന്ന ആ ഫുൾഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ചുരുങ്ങിയ സമയമാണ് പ്രിയമുള്ളവർ. അതിനേക്കാൾ എത്രയോ സമയം അവർ ദൈവസേനയെ ചെലവഴിക്കുന്നു. ഒരു പ്രാർത്ഥന ചെലവഴിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപാടുകൾ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മളെ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസൊക്കെ പത്രോസൊക്കെ ദൈവസന്നിധിയിൽ എത്രമാത്രം എന്തോ ഒരു സമയം അവർക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി അവർക്ക് കർത്താവ് പരിശുദ്ധാത്മാ അഭിഷേകം വരുന്നതിന് മുമ്പായിട്ട് അവർ എത്ര മണിക്കൂറുകൾ ദൈവസന്നിധി ചെലവഴിച്ചു, പ്രാർത്ഥനയിലും ആരാധനയും ചെലവഴിച്ചു, കൂട്ടായ്മയിൽ ചെലവഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവരിലേക്ക് വന്നത്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവിന്റെ അടുത്ത് ഒരു ദൈവസേനയിൽ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം വായിക്കണം. നമുക്കറിയാം തീരുമാനമായിട്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ, എവിടേക്ക് അഭിഷേകം ഉള്ളവർ എവിടെ പോകുന്നു അവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കർത്താവിന്റെ അഭിഷേകത്തിൽ എല്ലാം തകർക്കാനായിട്ട് അതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം 3 അധ്യായത്തിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരു വ്യക്തിനെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ദേവാലയത്തിരുന്ന് ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ ഇരുന്നത്. അപ്പം 4 അധ്യായത്തിൽ പ്രോസിക്യൂഷൻ വന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കില്ലെന്ന പുരോഹിതന്മാർ അവിടെയുള്ള ആൾക്കാരുമൊക്കെ അവരെ താക്കീത് ചെയ്തു. എങ്കിലും അപമാനം സഹിച്ചതിനെ ഓർത്ത് അവർ പത്രോസും കൂടുതലുള്ള എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം 4 അധ്യായം ഒന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം ഒന്ന് വായിക്കണം. 4 അധ്യായം അത് 24 വാക്യം തോന്നുന്നു. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായം നമുക്കറിയാം. അതിൽ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം. അപ്പം ഒന്ന് വായിക്കാവോ? 29 അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ആക്ട് ചാപ്റ്റർ 4 വേഴ്സ് 29, 30, 31. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു. അതാണ് പറഞ്ഞേ. പിന്നെ അവർക്ക് പരിശുദ്ധാത്മ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി അവർക്ക് 2 അധ്യായം പരിശുദ്ധാത്മാവോടെ നിറഞ്ഞു. ആ അഭിഷേകം പിന്നെയും നിറഞ്ഞു. അതാണ് നമുക്ക് നിറവ് ഏത് സമയം വേണം. ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയെന്ന് വിചാരിച്ച് പിന്നീട് നമ്മൾ ആത്മാവിനെ കിടത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന് നമുക്ക് കാറിനകത്ത് പെട്രോളൊക്കെ അടിക്കുന്ന പോലെ ദിവസവും നമ്മൾ റിന്യൂ ചെയ്യണം. ആത്മാവ് നമ്മൾ സ്പിരിച്വൽ റിന്യൂ ആണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ റിന്യൂ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ അഭിഷേകത്താല് ദിവസവും പ്രാർത്ഥിക്കണം, ദിവസവും ദൈവസന്നിധി ഇരിക്കണം, ദിവസവും പുതിയ അഭിഷേകങ്ങൾ പ്രാപിക്കണം, ദിവസവും നമ്മൾ കർത്താവിന്റെ സ്തോത്രം ചെയ്യണം. പുതിയ കാര്യത്തിനും പുതിയ അഭിഷേകത്തിനും അന്ന് ചെയ്യേണ്ട കാര്യത്തിന് മൊത്തം ദൈവസേനയിൽ നിന്ന് അഭിഷേകത്താൽ നിറഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരണം. അങ്ങനെ വരുമ്പോൾ എന്ത് കഴിഞ്ഞാൽ അന്ധകാരശക്തി എത്ര തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ നോക്കി അപ്പോസ്തലന്മാർക്ക് 2 അധ്യായത്തിൽ അപ്പോസ്തലന്മാർക്ക് അഭിഷേകം കിട്ടി, വലിയ അത്ഭുതങ്ങൾ ചെയ്തു, വീണ്ടും പ്രോസിക്യൂഷൻ നടന്നു, വീണ്ടും ദൈവസന്നിധി ഇരുന്നു. ഒരു പ്രാവശ്യം കിട്ടിയ അഭിഷേകം വീണ്ടും കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതാണ് എൻ്റെ അത് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ 2 അധ്യായം കർത്താവ് ഒരു പ്രാവശ്യം അഭിഷേകം കൊടുത്തു. ആ അഭിഷേകം കിട്ടിയ ആൾക്കാർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം പിന്നെയും റിപ്പീറ്റേഷൻ ആയിട്ട് പുതിയ അഭിഷേകം അവരിലേക്ക് വീണ്ടും വന്നു. ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ വിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. വീണ്ടും കർത്താവിനോട് ഒരുമിച്ച് കൂടിയെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കർത്താവ് അഭിഷേകം കൊണ്ട് അവിടെ നിറച്ചു. വീണ്ടും പുതിയ ചൈതന്യം അവർക്ക് കൊടുത്തു, വീണ്ടും പുതിയ ജ്ഞാനം കൊടുത്തു, വീണ്ടും പ്രൊട്ടക്ഷൻ കർത്താവ് കൊടുത്തു. ധൈര്യത്തോടെ പോകാൻ കർത്താവ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചെന്നാണ് പറഞ്ഞത്. പേടിച്ചല്ല പ്രസംഗിച്ചത്, ധൈര്യത്തോടെ പ്രസംഗിച്ചെന്ന കർത്താവ് പറയുന്നത്. എവിടേക്ക് ആർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ, ആരെങ്കിലും പേടിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവല്ല വരുന്നുള്ളൂ. വചനം എവിടെ പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ
പുതിയ അഭിഷേകം പ്രാപിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്. എവിടെയൊക്കെ പ്രോസിക്യൂഷൻ ഉണ്ടോ നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം, ദൈവത്തോട് സ്തോത്രം പറയണം, അന്യഭാഷയെ നമ്മൾ സ്തുതിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അതിവരുമ്പോൾ കർത്താവ് മാറ്റും, നമ്മുടെ സിറ്റുവേഷൻ കർത്താവ് മാറ്റും, നമുക്ക് അസാധ്യങ്ങളെ കർത്താവ് ചെയ്തു തരും, നമ്മുടെ ശത്രുക്കളെ ഒന്നേ നമുക്ക് അനുകൂലമാക്കും, അല്ലെങ്കിൽ അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ വചനം തടയാൻ ഒരു വ്യക്തിയും കർത്താവ് അനുവദിക്കത്തില്ല. എന്നെ തൊടുന്നവൻ നിന്നെ തൊടുന്ന എന്റെ കണ്ണിലെ കൃഷ്ണമണി തൊടുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഇത് എന്റെ ടൈമാണ്. കർത്താവിന്റെ വചനം എല്ലാ സ്ഥലങ്ങളും എത്തേണ്ടിയിരിക്കുന്നു. ലോകത്തിന് 5 വൻകരകളും കർത്താവിന്റെ വചനം എത്തേണ്ടിയിരിക്കുന്നു. അതിനാരൊക്കെ തടസ്സം നിൽക്കുന്നുണ്ടോ, ഒന്നെങ്കിൽ കർത്താവ് അവരെ ദൈവരാജ്യത്തിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ സാത്താൻ അവരെ ലോകത്തിൽ നിന്ന് മാറ്റിക്കളയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് എന്ന് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണ ധൈര്യത്തോടെ. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, കൊളോസ്യർക്കാർ 1:27 മക്കുന്ന അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായ ഈ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തു നമ്മളിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിന്റെ വചനം പറയാൻ ലജ്ജിക്കില്ല. വീട്ടുകാർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും, നാട്ടുകാർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും, കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും, ജീവിത പങ്കാളി തള്ളിയാലും, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവരൊക്കെ ഈ കുറച്ച് നാൾ ഈ ലോകത്തിൽ നിന്ന് തള്ളുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു കഴിഞ്ഞ് അടക്കുവാനായിട്ട് നമ്മൾ ട്യൂമിന്റെ അടുത്ത് കല്ലറ അടുത്ത് ചെല്ലുമ്പോൾ അവർ നോക്കിയിട്ട് സ്ഥലം വിടും. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു വന്ന് അവരെ ഒന്ന് നോക്കിയിട്ട് കർത്താവിനെ പ്രഘോഷിക്കാൻ പേടിച്ചിരിക്കരുത്. ശക്തമായിട്ട് നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. രാജകീയ പുരോഹിത വംശമായിട്ട് വിളിച്ചിരിക്കുന്നു, വിശുദ്ധ ജനമായിട്ട് വിളിച്ചിരിക്കുന്നു, അപ്പോസ്തലനായിട്ട് വിളിച്ചിരിക്കുന്നു, ഇവാഞ്ചലിസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നു, പാസ്റ്റേഴ്സായിട്ട് വിളിച്ചിരിക്കുന്നു, മിഷണറി ആയിട്ട് വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിന് വേണ്ടി ആരൊക്കെ തടസ്സപ്പെടുത്തുന്നോ അവർ നമ്മളെ വീട്ടുകാരോ നാട്ടുകാരോ മിണ്ടിയില്ല, അവരോട് മിണ്ടാനായിട്ട് പോകരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദേഷ്യമൊന്നും വിചാരിക്കും മിണ്ടാൻ പോരും. കാരണം കർത്താവിന്റെ വചനത്തെ പ്രതിയാണ് നിങ്ങൾ ഒറ്റപ്പെടുത്തിയത്. അത് കർത്താവ് നോക്കിക്കോളും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഇതാ എന്ന് കർത്താവ് ഉത്തരം വരണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പോകേണ്ട വഴികൾ കാണിച്ചു തരുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എന്റെ നീതിയുള്ള വലങ്കയോട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, നിന്നോട് ഏറ്റുമുട്ടം നശിച്ച് ഒന്നുമില്ലാതായി വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിന്നോട് ശണ്ട കൂടുന്നവരെ ഞാൻ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നത് ശൂന്യരാകും, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലം കൈ പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. നമുക്ക് സ്തോത്രം പറയാൻ കർത്താൻ. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തെ പ്രതി നമ്മൾ ലജ്ജ സഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ ലജ്ജിച്ചവരുടെ മുന്നേ തന്നെ കർത്താവ് നമ്മളെ വാഹനമേറ്റ് ഓടിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ആരും ലജ്ജിക്കരുത്. പുതിയ അഭിഷേകത്തോടെ, പുതിയ അനോയിന്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ്, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഷെയർ ചെയ്ത ഓരോ വ്യക്തികൾക്ക് കർത്താവും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് അഭിഷേകത്തെ നിറയ്ക്കുന്ന കർത്താവ്, അഭിഷേകം ആഗ്രഹിക്കുന്ന ആൾക്കാർ അഭിഷേകത്തെ നിറയ്ക്കുന്നതിനോട് തന്നെ പറഞ്ഞു കർത്താവ്. ഷിക്കല്ലത്തുരക്കൻ ഷന്തത്തപ്പത്തക്കല്ലത്തുരകൻ ഷക്കല്ലത്തുരക്കൻ ഷത്തത്തക്കൽ. കർത്താവ് വിഷയം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മളൊരു തോട്, നമ്മുടെ നാട്ടിലേക്ക് ഒരു അരുവി ഉണ്ടല്ലോ, അരുവി എന്ന് വെച്ചാൽ ചെറിയൊരു തോട് പോലെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒത്തിരി മീനുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ ഇരിക്കും, അവിടുന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ആൾക്കാർ. അവിടെ ഒത്തിരി മീനുകളുണ്ട്. മീനുകൾ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുക, വെള്ളം ഒഴുകുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ തോട്ടിൽ കൂടെ നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ദൈവത്തിന് വിശുദ്ധാത്മാവ് കാണിക്കുന്നു. അപ്പൊ അതിൻ്റെ അടുത്ത് മീനുകളുണ്ട്. മീനുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പോകാൻ, മീൻ പിടിക്കാനും ആൾക്കാരുണ്ട്, വറക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരാൾ അതിന്റെ തോട്ടമൊക്കെ കുളിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, കാൽ വെച്ചിറങ്ങിയപ്പോൾ അത് പെട്ടെന്ന് ആ വെള്ളത്തിന് ഒഴുക്കി നിൽക്കുന്നു, ആ മീനിന്റെ വരവ് നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആൾക്ക് ഒരു വിഷം കിട്ടിയിട്ടുണ്ട്. ഇതിൽ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പെട്ടെന്ന് ഒരു വ്യക്തി അവിടെ ഇറങ്ങുവാണ്. പ്രൈസ് ലോർഡ്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ വെള്ളത്തിന് ഒഴുക്കുന്നു, ആ മീനിന്റെ വരവുന്നു. പ്രൈസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിഷ്ണുവർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ വരൾച്ച വന്നു കഴിഞ്ഞാലും കർത്താവ് വരെ കാത്തു പരിപാലിക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ്, തകർച്ചകളിലൂടെ കാത്തു പരിപാലിക്കുന്നവർ, തകർച്ചകൾ വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്തതുപോലെ തന്നെ
പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു കർത്താവെ. അന്താഴ്ചയിൽ തകർക്കാൻ ശ്രമിക്കുന്ന ആ മേഖല യേശുവിന്റെ നാമത്തെ അധികം ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും ജീസസിനെ. ഷത്തപ്പത്ത കല്ലത്ത് ഉരക്കനി ഷം കല്ലത്ത് ഉരക്കൻ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീസസ് നെയ്മ പറയും ആമേൻ. പിതാവെ നന്ദിയോട് സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് വർഷിപ്പ് ചെയ്ത സിസ്റ്ററിനോർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മദറിനോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഫാമിലി ഓർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേൾഡ് റിവ്യൂവിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുതന്നെ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിഷം കാണിച്ചു തന്നു. പക്ഷെ ആരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് അത് ചോദിക്കണം, അതെങ്ങനെയാണെന്നുള്ള ചോദിക്കണം. പരിശുദ്ധാത്മാവ് ചോദിക്കണം. കർത്താവ് വിഷം കാണിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. വലിയ സമൃദ്ധി നിൽക്കുന്ന ആള് നല്ല പെട്ടെന്ന് തന്നെ അവിടെ ഒരു വരൾച്ച വരുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ദൈവസ്ഥാനം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ കർത്താവ് പരീക്ഷയോടുകൂടി പോക്ക് വഴികളും കർത്താവ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.